ഹായ് ഓൾ, നമ്മളുടെ ക്യൂബർനെറ്റ് സീരീസിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ഇനിയും നമ്മൾക്ക് എന്ത് ചെയ്യാണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യൂബർനെറ്റ്സിലുള്ള ആർക്കിടെക്ചറും അതിലുള്ള ഒരുപാട് ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വീഡിയോസ് അപ്ലോഡ് ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പുതിയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, അല്ലാണ്ട് നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ക്യൂബർനെറ്റ്സിൻ്റെ നിങ്ങൾ ചെയ്ത് നോക്കിയോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതോ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സെഷനിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം, നിങ്ങൾ ഏത് രീതിയിലുള്ള സെഷൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകണം. അപ്പോൾ അതിന് നമ്മളുടെ സ്ക്രീനിൽ നമുക്ക് കാണാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഡിപ്ലോയ്മെൻ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തു. അതുപോലെ ഞാൻ ജസ്റ്റ് കളറും ചേഞ്ച് ചെയ്യാം. ഡിപ്ലോയ്മെൻറ്റ്, ഓക്കെ, റെപ്ലിക്കാസ് എന്താണ്, ഓക്കെ, റെപ്ലിക്കേഷൻ കൺട്രോളർ, നമ്മുടെ ഡീമൻ സെറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. മേ ബി നമ്മൾ വീഡിയോസ് വാച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ഇത് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്, ഒരുപാട് ഇഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എറർ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഒരു 2 years എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും, ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും, ഒരു 6 years എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 10+ years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, നമ്മൾക്കിത് എത്ര തവണ ചെയ്ത് നോക്കിയാലും വീണ്ടും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള എററുകൾ വരും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എററായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും നമ്മൾ എററുകൾ വരണം, എന്നാലേ നമ്മൾക്കത് ആക്ച്വലി എന്താണ് ആ എറർ, അല്ലാതെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ട്രബിൾ ഷൂട്ടൊക്കെ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കയറത്തുള്ളൂ. അപ്പോൾ എററുകൾ വരണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ക്യൂബർനെറ്റ്സ് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ മേ ബി ഇത്തരം എററുകൾ വരുമ്പോൾ അത് മടുത്ത് പോകരുത്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി പോകരുത്. ഓക്കെ, അത് വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്താണ് ശരിക്കും എറർ പറയുന്നത്, ChatGPTയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൂഗിളിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് സ്റ്റാക്ക് ഓവർഫ്ലോയിലൊക്കെ അതിനുള്ള ആൻസർ കാര്യങ്ങളൊക്കെ പല എക്സ്പേർട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതേപോലത്തെ എറർ ഫേസ് ചെയ്യുന്ന മറ്റ് പലരും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും അതിനുള്ള സൊല്യൂഷനും ഫിക്സും ഒക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാൻ. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ, ക്യൂബർനെറ്റ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആയാലും അതല്ലാണ്ട് ക്യൂബർനെറ്റ്സിനെ കുറിച്ച് മറ്റുള്ള രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ നമ്മൾ നല്ല രീതിയിൽ വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ്, ഇപ്പോൾ നമ്മൾ ഈ സെഷനിലൂടെ പറയുന്നതല്ലാതെ മറ്റൊരുപാട് വേറെയും കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ യാമലിൽ മറ്റൊരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അല്ലാണ്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം, അല്ലാതെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നമ്മുടെ ഇൻ്റർനെറ്റിൽ അല്ലാണ്ട് ഓപ്പണായി കിടക്കുന്ന മെറ്റീരിയലിൽ നോക്കിയേ തീരും. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ പുതിയ എററുകൾ വരും, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 2 കാര്യങ്ങൾ ആഡ് ചെയ്യാം, ജോബ്സ് ആൻഡ് ക്രോൺ ജോബ്. ഓക്കെ, 2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തു. ഇതിൽ ഇനി നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റ് ഫയലൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി എടുത്തതാണ്. ക്രോൺ ജോബ്, ഓക്കെ, സർവീസ് ഉണ്ട്. അതുപോലെ സർവീസ് എന്താന്ന്, PVC, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ പോകുന്നത് പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് പോരാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലാണ്ട് നമുക്ക് നോക്കാനുള്ളത് ജോബ്സ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലിനക്സിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലിനക്സിലൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് ജോബുകളൊക്കെ റൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും പെർട്ടിക്കുലർ ടൈമിലോട്ടോ അല്ലാണ്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ സ്പെസിഫിക് ഡേയിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ സെയിം കാര്യമാണ് നമ്മളുടെ ക്യൂബർനെറ്റ്സിലും വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ്സ് എല്ലാം ഇതുപോലെ ഷെഡ്യൂൾ ചെയ്യാൻ, അല്ലാണ്ട് എന്തെങ്കിലും ജോബൊക്കെ നമുക്ക് റൺ ചെയ്യുന്നത് പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ, ഇത് എൻ്റെ കണ്ടെയ്നറാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എന്തെങ്കിലും ജോബ് അല്ലാണ്ട് ടാസ്കുകളൊക്കെ നമ്മുടെ ക്ലസ്റ്ററിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട കണ്ടെയ്നേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഒരു കണ്ടെയ്നറാണ് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ടാസ്ക്, ഓക്കെ, ഒരു ടാസ്ക് എനിക്ക് എന്ത് ചെയ്യണം. ഈ ടാസ്കിനാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത്, ജോബ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ടാസ്ക് എന്ന് പറയുമ്പോൾ പല രീതിയിലും പല ടാസ്കുകളുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ ബാക്കപ്പ് എടുക്കണം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, ഒരു ബാക്കപ്പ് എടുക്കണം. മേ ബി നമുക്ക് ഒരുപാട് ഡയറക്ടറുകൾ ഉണ്ടായിരിക്കും, എന്തെങ്കിലും കോൺഫിഗറേഷൻ ഫയലുകളുള്ള ഡയറക്ടർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം ഡയറക്ടറിൻ്റെ ബാക്കപ്പ് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എനിക്ക് മേ ബി എടുത്ത് വെക്കേണ്ടി വരും. ഓക്കെ, അതായത് ആ കോൺഫിഗറേഷന് എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ബാക്കപ്പ് ഒക്കെ നമുക്ക് മേ ബി സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ഡയറക്ടറുടെ ബാക്കപ്പ് ഒരു പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാച്ചിങ് എനിക്ക് ചെയ്യണം. ഓക്കെ, അതുമല്ലാണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ സിസ്റ്റം അല്ലാണ്ട് സെർവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓരോ ടാസ്കുകളാണ് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ടാസ്കുകളൊക്കെ എനിക്ക് ക്ലസ്റ്ററിൽ എനിക്ക് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാസ്കുകളൊക്കെ മാനുവലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, എല്ലാ ഓരോ മണിക്കൂറിലും എനിക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എല്ലാ 1 മന്തും എനിക്ക് എന്ത് ചെയ്യണം, ആ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ഡേ എനിക്ക് ഈ ഒരു ടാസ്കുകൾ കാര്യങ്ങൾ അവിടെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ മാനുവലി കയറുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്തരം ടാസ്കിനാണ് നമ്മൾ ആക്ച്വലി ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 2 രീതിയിൽ നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജോബ് ഒന്ന് നോർമൽ ജോബ് ഉണ്ട്, ഒരെണ്ണം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ അതിന് മുന്നേ ജോബ്സ് എന്താണെന്ന് പറയാം. ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ടാസ്കുകളാണ് നമ്മൾ ജോബ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു കണ്ടെയ്നർ അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ കണ്ടെയ്നർ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന ജോലി അവിടെ ചെയ്യുന്നു. പുള്ളിക്കാരൻ ആ ജോലി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എന്താകും, അത് കംപ്ലീറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എക്സിറ്റ് അടിച്ച് പോകും. പിന്നെ അത് ആ കണ്ടെയ്നർ അവിടെ നിൽക്കത്തില്ല. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകും. ഓക്കെ, ഇതാണ് ജോബ്. അപ്പോൾ നമുക്ക് ജോബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തതുപോലെ തന്നെ ഇനി നമുക്ക് വളരെ സിമ്പിളായിരിക്കും. കാരണം നമ്മൾ റെപ്ലിക്ക സെറ്റും ഡീമൻ സെറ്റും ഡിപ്ലോയ്മെൻറ്റും, കാരണം നമുക്കറിയാം ഒരു റിസോഴ്സ് അല്ലാണ്ട് ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്ലസ്റ്ററിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അതുപോലെ ജോബ്സ് ക്രിയേറ്റ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീമൻ സെറ്റ് ആയാലും ഡിപ്ലോയ്മെൻറ്റ്, നെയിം സ്പേസ്, പോഡ്, റെപ്ലിക്ക സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലസ്റ്ററിൽ എന്തെങ്കിലും പുതിയ റിസോഴ്സസ് അല്ലാണ്ട് ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം. കാരണം നമുക്ക് ബേസിക് കാര്യം കിട്ടി അല്ലേ. അതായത് എന്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും മാനിഫെസ്റ്റ് ഫയൽ വേണം, അതിൽ യാമൽ സിൻടാക്സ് ആണ്, യാമൽ ഫോർമാറ്റിൽ നമ്മൾ കാര്യങ്ങൾ എഴുതണം, കീ വാല്യൂ പെയർസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, jobs.yml എന്നുള്ള ഒരു പേരിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, API വെർഷൻ ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് API വെർഷനാണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, API വെർഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. API വെർഷനിൽ ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെ എന്താ കൊടുക്കുന്നത്, apps/v1 എന്നായിരുന്നു. ഇവിടെ ഞാൻ കൊടുക്കുന്നത് batch/v1 എന്നാണ്. ഓക്കെ, അതായത് ബാച്ച് പ്രോസസ്സ് ചെയ്യാനായിട്ട് ബാച്ചൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് ടാസ്കൊക്കെ ചെയ്യാനുള്ള അതിൻ്റെ ഒരു API വെർഷൻ ഞാൻ പറഞ്ഞു കൊടുത്ത്. ഓക്കെ, നമുക്ക് നമ്മുടെ ടാസ്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താ, എന്തെങ്കിലും ഒരു ടാസ്ക്, ഒരു ജോബ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ബാക്കപ്പ് എല്ലാം എന്നുണ്ടെങ്കിൽ പാച്ചിങ് അപ്ഡേറ്റ് എന്തോ ആവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഏറ്റവും സിമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഹലോ വേൾഡ് എന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം, ഹലോ വേൾഡ്. ഇതാണ് എൻ്റെ ഒരു ടാസ്ക്. ഇതും എന്താണ്, ഒരു ടാസ്ക്കാണ്, അല്ലാണ്ട് ഒരു ജോബാണ് അല്ലേ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടെയ്നർ അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഈ ഒരു ജോബ് എനിക്കവിടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കണ്ടെയ്നർ അല്ലാണ്ട് ഒരു പോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പോഡ് ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്യും. അതെന്ത് ചെയ്യും, അതിൻ്റെ പരിപാടി തീർത്തിട്ട് പുള്ളിക്കാരൻ പോകും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെയിം ടാസ്ക് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കണ്ടെയ്നേഴ്സ്. ഓക്കെ, അതായത് 2 കണ്ടെയ്നർ, 2 അല്ലാന്നുണ്ടെങ്കിൽ 3 കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു ടാസ്കിൽ വർക്ക് ചെയ്യുന്നു. അതായത് പാരലൽ കണ്ടോ, പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര കണ്ടെയ്നേഴ്സും നമ്മുടെ സെയിം ടാസ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ ടാസ്കിൻ്റെ ഒക്കെ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ batch/v1 എന്ന് കൊടുത്ത് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കൈൻഡ്. ഓക്കെ, കൈൻഡ് എന്താണ്, ജോബ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോബാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്ത് കൊടുക്കണം, ഒരു മെറ്റാഡാറ്റ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിപ്ലോയ്മെൻറ്റിനൊക്കെ ചെയ്ത രീതി തന്നെയാണ്. മെറ്റാഡാറ്റയിൽ നമുക്ക് എന്താ, നമുക്കൊരു പേര് കൊടുക്കാം അല്ലേ. നമ്മുടെ ജോബിന് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഒരു ഡെമോ ജോബ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്, ഡെമോ ജോബ്.
മെറ്റാഡാറ്റയിൽ വേറെ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് വേണം ഇത് ഏത് നെയിം സ്പേസിൽ വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മൈ ആപ്പ് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ നെയിം സ്പേസിൽ റൺ ചെയ്യാനുള്ളൊരു ജോബാണ്. അപ്പോൾ ഞാൻ നമ്മുടെ നെയിം സ്പേസ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം, നമുക്ക് സ്പെക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. സ്പെക്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, ടെംപ്ലേറ്റ്, അതായത് നമ്മുടെ കണ്ടെയ്നർ അല്ലാണ്ട് പോഡിന് വേണ്ട ടെംപ്ലേറ്റ് ആണ് നമ്മളിനി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ടെംപ്ലേറ്റിൻ്റെ സ്പെക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതായത് കണ്ടെയ്നേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം. ഓക്കെ, നെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോബ് കണ്ടെയ്നർന്നോ ജോബ് കണ്ടെയ്നർ. ഓക്കെ, ജോബ് കണ്ടെയ്നർ എന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടെയ്നറിൻ്റെ ഇമേജ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഏത് ഇമേജ് കൊടുക്കും, അതായത് നമ്മൾക്ക് എന്താണ്, ഇവിടെ ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് നമുക്ക് എന്ത് ചെയ്യണം, ക്ലസ്റ്റർ വൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഇമേജ് കൊടുക്കുക, എൻജിനിക്സിൻ്റെ ഇമേജ് കൊടുക്കണോ, അതല്ല മൈസ്ക്വലിൻ്റെ ഇമേജ് ആണോ? അല്ല, എൻജിനിക്സ് മൈസ്ക്വൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, വെബ് സെർവറാണ്, അല്ലാണ്ട് ഡാറ്റാബേസ് സർവീസാണ്, ഡാറ്റാബേസ് ക്ലയൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിസി ബോക്സ് ആണ്. ഓക്കെ, ബിസി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ യുണീക്ക് സിസ്റ്റത്തിലൊക്കെ ഉള്ളതുപോലെ ഒരു 400 കോമൺ കമാൻഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു ബിസി ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ എന്താണ് 400+ കോമൺ ലിനക്സ് കമാൻഡുകൾ. ഓക്കെ, കോമൺ ലിനക്സ് കമാൻഡുകൾ അവൈലബിൾ. അതായത് നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്ന CD കമാൻഡ് ആവാം, LS കമാൻഡ്, ഇത്തരം യുണീക്സ് ബേസ്ഡ് ആയിട്ടുള്ള കമാൻഡുകൾ നമ്മുടെ ഈ ബിസി ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇമേജ്, ഡോക്കർ ഇമേജ് നമുക്ക് ഡോക്കർ ഹബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മുടെ ക്ലസ്റ്ററിൽ ചെയ്യണം അല്ലേ. ഇപ്പോൾ ടാസ്ക് നമ്മൾ ഒരു ബാക്കപ്പ് എടുക്കുന്നതാവാം, അല്ലാണ്ട് പാച്ചിങ്ങോ അപ്ഡേറ്റ് എന്തോ ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് എങ്ങനെ ചെയ്യാറ്, കമാൻഡുകൾ, ലിനക്സ് കമാൻഡുകൾ യൂസ് ചെയ്തിട്ടാണ് ടാസ്ക് ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്നതാണ് നമ്മളുടെ ജോബ്. അപ്പോൾ ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ലിനക്സ് കമാൻഡുകളായിട്ടുള്ള എക്കോ അല്ലേ. എക്കോ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹലോ വേൾഡ് എന്ന് എഴുതും അല്ലേ, ഹലോ വേൾഡ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ജോബ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കമാൻഡുകൾ, ലിനക്സ് കമാൻഡുകളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലിനക്സ് കമാൻഡുകളൊക്കെ എക്സിക്യൂഷൻ നടക്കാൻ പാകത്തിലുള്ള ഒരു ഇമേജാണ് എന്ത്, ബിസി ബോക്സ് എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ അത് സ്പെഷ്യലായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമോ ക്യൂബറൻസിൻ്റെ വേറെ എന്തോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബിസി ബോക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജിനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇമേജ് പറഞ്ഞു കൊടുത്ത്, നെയിം പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, നമുക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, കമാൻഡ്സ്. ഓക്കെ, കമാൻഡ്സിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഷെല്ല് വേണം അല്ലേ. ഷെല്ലിലാണ് നമ്മൾ നോർമലി കമാൻഡുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഷെല്ല് വേണം, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സി എന്ന് പറയുന്ന ഫ്ലാഗ് യൂസ് ചെയ്തു. എന്ത് കമാൻഡാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, നമുക്ക് ജസ്റ്റ് ഈ കാര്യം ഡിസ്പ്ലേ ചെയ്യണം. അതായത് എക്കോ കമാൻഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഹലോ വേൾഡ് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയേ ഉള്ളൂ, ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, പാരലായിട്ട് ഒരുപാട് കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യണം, ഈ ടാസ്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ചും കൂടി ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കംപ്ലീഷൻ. ഓക്കെ, എത്ര തവണ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒരു തവണ എന്ത് ചെയ്താൽ മതി, ഈ കംപ്ലീഷൻ നടന്നാൽ മതി. ഓക്കെ, ചെറിയ കാര്യമല്ലേ. അല്ലാതെ പാരലലിസം. ഓക്കെ, പാരലലിസം ഇത് നമുക്ക് എത്ര തവണ വേണം, അതായത് പാരലായിട്ട് എത്ര കണ്ടെയ്നേഴ്സ് വേണം, എത്ര പോഡ് വേണമെന്ന് നമുക്ക് തൽക്കാലം ഒരെണ്ണം മതി. ഓക്കെ, ഇത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് ഒരെണ്ണം തന്നെ ക്രിയേറ്റ് ആവുള്ളൂ. അതല്ല 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം കൊടുക്കാം, 3 എണ്ണം കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഇനി ഇവിടെ കൊടുക്കാനുള്ളത് റീസ്റ്റാർട്ട് പോളിസി വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, റീസ്റ്റാർട്ട് പോളിസി പി ക്യാപിറ്റലാണ് പോളിസി. അതായത് ഈ ഒരു ജോബ് നടക്കുന്ന ടൈമിൽ ഇത് ഫെയിലായി എന്ന് വിചാരിക്കുക, ജോബ് ആക്ച്വലി നടന്നില്ല, നമ്മുടെ കണ്ടെയ്നർ എന്തായി, അല്ലാണ്ടെങ്കിൽ ഈ ജോബ് എക്സിക്യൂട്ട് ആകുന്നത് ഫെയിലായി കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ വീണ്ടും ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ഫെയിൽ ഓവർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം.
ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ തൽക്കാലം എന്താ കൊടുക്കുന്നത്, നെവർ എന്നാണ് കൊടുക്കുക. അതായത് ഒരിക്കലും നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ചെയ്യേണ്ട. അത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു. നമുക്കിത് ജസ്റ്റ് സേവ് ചെയ്യാം. മേ ബി എന്തെങ്കിലുമൊക്കെ എററുകൾ കാണാം, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. kubectl apply -f jobs.yml. ഓക്കെ, എറർ when creating jobs version 1 cannot be handled as job strict decoding error. spec completion unknown field template spec container commands. ഓക്കെ, എന്തോ ഒരു ചെറിയൊരു എറർ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ജോബ്സ് സെർച്ച് ചെയ്യാം. ഓക്കെ, ജോബ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കുബർനെറ്റിസ് ജോബ്സ് ഉണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ ജോബ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ഇവിടെ നോക്കാം. കണ്ടോ API വേർഷൻ, ബാച്ച് v1, കൈൻഡ്, മെറ്റാഡാറ്റ, സ്പെക്ക്, ടെംപ്ലേറ്റ്, സ്പെക്ക്, കണ്ടെയ്നേഴ്സ്. ഓക്കെ, കണ്ടെയ്നേഴ്സ് പേര് കൊടുക്കുന്നുണ്ട്. ഇമേജ് ഇവിടെ മറ്റൊരു ഇമേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റീസ്റ്റാർട്ട് പോളിസി കൊടുത്തിട്ടുണ്ട്, ബാക്ക് ഓഫ് ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ എറർ വന്നത് vim jobs.yml. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കമാൻഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കമാൻഡ്സ് എന്ന് വേണ്ട, ഞാൻ എന്ത് ചെയ്തു കമാൻഡ്. ഓക്കെ, ഒരു ചെറിയ എററാണ്. നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. kubectl apply -f jobs.yml spec.completion cannot be handled as job strict decoding error unknown field spec.completion. ഓക്കെ, നമുക്ക് ഇവിടെ വന്നത് കംപ്ലീഷൻസ് എന്നുണ്ട്. ഓക്കെ, കംപ്ലീഷൻസ് 1. അവിടെ ഒരു എസ് കുറഞ്ഞു പോയി, ഇവിടെ ഒരു എസ് കൂടിപ്പോയി അല്ലേ. ജസ്റ്റ് ഫയൽ ഞാൻ സേവ് ചെയ്തു. അപ്ലൈ എഫ്. കണ്ടോ, ജോബ് ബാച്ച് ഡെമോ ജോബ് ക്രിയേറ്റഡ്. kubectl ഗെറ്റ് ജോബ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ, നമ്മളുടെ ഈ നെയിം സ്പേസിലല്ല ജോബ്, നമ്മളുടെ നെയിം സ്പേസും കൂടി മെൻഷൻ ചെയ്യാം. മൈ ആപ്പ്. കണ്ടോ, ഒരു ജോബ് എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, കംപ്ലീറ്റ് എന്നാണ് സ്റ്റാറ്റസ്. കംപ്ലീഷൻ റേറ്റ് കണ്ടോ എന്താണ്, ഒരെണ്ണം എന്ത് ചെയ്തു, നമ്മൾ ഒരെണ്ണമാണ് കംപ്ലീഷൻ റേറ്റ് പറഞ്ഞത്. ആ ഒരെണ്ണം അവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് കംപ്ലീഷൻ റേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു, പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, kubectl നമുക്ക് പോഡ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. kubectl ഗെറ്റ് പോഡ്സ്, നമ്മുടെ നെയിം സ്പേസ് മൈ ആപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കണ്ടെയ്നറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, നമ്മുടെ ഈ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആവും, അല്ലാണ്ട് ഒരു പോഡ് ക്രിയേറ്റ് ആവും. ആ പോഡ് എന്ത് ചെയ്യും, ഈ പരിപാടി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോകും. കണ്ടോ, സ്റ്റാറ്റസ് എന്താണ്, കംപ്ലീറ്റഡ് ആണ്. നമ്മൾ മുന്നൊക്കെ ഇതേപോലെ പോഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, റണ്ണിങ് അല്ലാന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ആയി പോയാൽ ടെർമിനേറ്റിങ്, പുതിയ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആണെങ്കിൽ കണ്ടെയ്നർ ക്രിയേഷൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു സ്റ്റാറ്റസ്. ഇപ്പോൾ ജോബ് എന്താണ്, അവിടെ കംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ കണ്ടെയ്നറിൻ്റെ സ്റ്റേറ്റുകളാണ്, കംപ്ലീറ്റ് ആവുന്നത്, ടെർമിനേറ്റ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ കംപ്ലീഷൻ റേറ്റ് നമ്മൾ രണ്ട് തവണ കംപ്ലീഷൻ ആവുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, 2 ആയിക്കാറല്ലേ, 2/2. 2 കംപ്ലീഷനും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ 2/2 എന്നാവും. അല്ല, അതിൽ ഒരെണ്ണം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ 1/2. ഈ രീതിയിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കംപ്ലീഷനൊക്കെ വരിക. പാരലൽസ് നമ്മൾ എന്താ കൊടുത്തത്, 1 കൊടുത്തത്. അതായത് ഒരു കണ്ടെയ്നർ മതി നമുക്ക് ആ ജോബ് ചെയ്യാൻ. ഒരുപാട് കണ്ടെയ്നർ വേണമെന്നുണ്ടെങ്കിൽ പാരലായിട്ട് ഒരുപാട് ആൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാരലിസത്തിൻ്റെ അവിടെ എന്ത് ചെയ്യാം, കൗണ്ട് കൂട്ടി കൊടുക്കാമായിരുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, ജോബ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ജോബ് നടന്നോ ഇല്ലെന്ന് നമുക്ക് കാണണ്ടേ. കോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ജോബും കാണുന്നുണ്ട്. ഓക്കെ, kubectl ലോഗ്സ്. ഓക്കെ, പോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോഡിൻ്റെ നെയിം ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. kubectl ഗെറ്റ് പോഡ്സ്. ഡിഫോൾട്ട് നെയിം സ്പേസ്. ഓക്കെ, നമുക്ക് നെയിം സ്പേസ് മെൻഷൻ ചെയ്യാം, മൈ ആപ്പ്. കണ്ടോ, ഹലോ വേൾഡ്. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം, കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണാം. കണ്ടോ, ഹലോ വേൾഡ്. നമ്മൾ എന്താണോ പുള്ളിനോട് പറഞ്ഞ ജോബ് അതിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയറക്ടറുടെ ബാക്കപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ എവിടെ എഴുതി കൊടുത്താൽ മതി, നമുക്ക് ഈ കമാൻഡ്സിൻ്റെ ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറക്ടറുടെ ബാക്കപ്പ് എടുക്കണമെന്ന് എന്താണ്, അവിടെയുള്ള കണ്ടൻറ്റ് മുഴുവനും മറ്റൊരു ഡയറക്ടറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യാനുള്ള കമാൻഡുകൾ, CP കമാൻഡോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെൽ കമാൻഡൊക്കെ യൂസ് ചെയ്തിട്ടും ബാക്കപ്പൊക്കെ അവിടെ അച്ചീവ് ചെയ്യുന്നത് പോസിബിളാണ്. അതല്ല പാച്ചിങ്ങോ അപ്ഡേറ്റോ ഒക്കെ ആണെങ്കിൽ എന്താണോ വേണ്ടത് അതിനുള്ള കമാൻഡുകൾ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നമ്മളൊരു ജോബ് ക്രിയേറ്റ് ചെയ്തു.
ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ക്രോൺ ജോബ് എന്താണെന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ജോബ് എന്താണ്, ഇത് നമ്മൾ പറഞ്ഞ ടൈമിൽ ചെയ്ത് അല്ലേ, അതായത് ഇപ്പോൾ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ആ ജോബ് അവിടെ നടന്ന്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. എനിക്ക് ഈ ജോബ് ഇപ്പോഴല്ല ചെയ്യേണ്ടത്, അതായത് എല്ലാ ദിവസവും എനിക്ക് എന്ത് ചെയ്യണം ക്രോൺ ജോബ് അല്ലേ. ക്രോൺ ജോബ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ലാർജ് ആക്കാം. ഓക്കെ, ക്രോൺ ജോബൊക്കെ നമ്മൾ ലിനക്സിലൊക്കെ ചെയ്യുന്നതാണ് അല്ലേ. അതായത് നമുക്ക് ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ, ഇപ്പോൾ ഈ ചെയ്ത നമ്മൾ ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്ത്, അല്ലാണ്ട് മറ്റെന്തെങ്കിലും ജോബ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ദിവസം അല്ലാണ്ട് ഒരു സ്പെസിഫിക് ടൈമിൽ അവിടെ ഓട്ടോമാറ്റിക്കായി നടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് പോസിബിളാണ്. അപ്പോൾ നമ്മൾ ലിനക്സിലൊക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ ആസ്ട്രിക് സൈനൊക്കെ യൂസ് ചെയ്ത്, അല്ലാതെ സ്റ്റാറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതാറുണ്ടല്ലേ. നോർമലി 5 സ്റ്റാർ വരും അല്ലേ, അവർ, മിനിറ്റ്, ഡേ, വീക്ക്, മന്ത്, 5 സ്റ്റാർ വരും. അതായത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, മിനിറ്റ് ആണ് അല്ലേ, മിനിറ്റ്. ഇതെന്താണ്, ഹവർ. ഇത് ഡേയ്സ്. ഇതെന്താണ്, നമ്മളുടെ മന്ത് അല്ലേ. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേ ബി ക്രോൺ ടാബ് ഗുരു ഉണ്ട്. ഓക്കെ, ക്രോൺ ടാബ് ഗുരു, ക്രോൺ ഗുരു എന്ന് അടിച്ചാൽ തന്നെ കിട്ടും. ക്രോൺ ഗുരു, ക്രോൺ ഗുരു, ക്രോൺ ഷെഡ്യൂൾ എക്സ്പ്രഷൻ കണ്ടോ. ക്രോൺ ഗുരു വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇവിടെ ആസ്ട്രിക് സൈൻ ഇട്ടു, ആസ്ട്രിക് സൈന്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രിക് സൈൻ ഇട്ടു. ഞാൻ നേരത്തെ ഇവിടെ വരച്ച ഈ 5 സ്റ്റാർ ആണ് ഇവിടെ കാണുന്നത്, ഈ ഒരു സൈന്, ആസ്ട്രിക് സൈന്. ഓക്കെ, ഫസ്റ്റ് ആസ്ട്രിക് സൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, മിനിറ്റാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഒരു ടാസ്ക് എനിക്ക് എല്ലാ മിനിറ്റിലും ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ ചെയ്യണം, അടുത്ത മിനിറ്റ് ചെയ്യണം, അതിന് തൊട്ടടുത്ത മിനിറ്റ് ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്താ കൊടുക്കേണ്ടത്, ഈ ഒരു സ്റ്റാറാണ്. സ്റ്റാറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വാല്യൂ, അതായത് എല്ലാ ടൈമും അവിടെ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ആവണം. അടുത്ത സ്റ്റാർ റെപ്രസെൻ്റ് എന്താണ്, ഹവർ. ഓക്കെ, അടുത്ത സ്റ്റാർ ഡേ, അതായത് 1 to 31. നമുക്കറിയാം ഒരു മാസം എന്തുണ്ടായിരിക്കും, 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ ദിവസങ്ങളാണ് വേണ്ടതെന്ന്, ഇപ്പോൾ എനിക്ക് എല്ലാ മാസവും 1-ാം തീയതി വേണം ഈ ഒരു ടാസ്ക് നടക്കണം, അല്ലാണ്ട് എല്ലാ മാസം 31-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ ബാക്കപ്പ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്കിവിടെ 18 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ 18-ാം തീയതി എന്ത് ചെയ്യും, നടക്കും അല്ലേ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതെന്താണ്, മന്ത്, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ അതിലേത് ദിവസമാണ് നമുക്ക് 1, 2, 3 എന്നൊക്കെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ജാനുവരി ആണ്. 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബറാണ് റെപ്രസെൻ്റ് ചെയ്യണത്. ഇവിടെ എന്താണ്, ഡേ, അതായത് 0 to 6, സൺഡേ, മൺഡേ. സൺഡേ എന്നാണ് സ്റ്റാർട്ടിങ്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഈ രീതിയിൽ എന്ത് ചെയ്യും, സാറ്റർഡേ വരെ. ഓക്കെ, ഇപ്പോൾ എനിക്ക് എല്ലാ എന്താ പറയുക, എല്ലാ 2 മിനിറ്റ്, എല്ലാ 5 മിനിറ്റിലും എനിക്ക് എന്ത് ചെയ്യണം, ഒരു ജോബ് അവിടെ റൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കേണ്ടത് കണ്ടോ, ആസ്ട്രിക് ഒരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് 5. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈം, അറ്റ് എവറി 5th മിനിറ്റ്. കണ്ടോ, അതായത് ഇപ്പോൾ ടൈം ഒരു 10 മണി, ഒരു രാവിലെ 10 മണിയാണെന്നുണ്ടെങ്കിൽ 10:05 ഈ ടാസ്ക് റൺ ചെയ്യും, 10:10 റൺ ചെയ്യും, 10:15 റൺ ചെയ്യും. ഈ രീതിയിൽ റണ്ണാവും. അതല്ല എനിക്ക് എന്ത് ചെയ്യണം, എല്ലാ 2 മണിക്കൂറിലും കണ്ടോ, അറ്റ് എവറി 5th മിനിറ്റ് പാസ്റ്റ് എവറി 2 hour, അതായത് എല്ലാ 2 മണിക്കൂറിലും ഒരു 5 മിനിറ്റ് ഇടവിട്ടിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ. അതായത് ഇപ്പോൾ 10:05 ഈ ടാസ്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ 11:12, 12:05 അടുത്ത് റൺ ചെയ്യും. പിന്നെ 1, 2 മണിക്ക് എന്ത് ചെയ്യും, 2:05 റൺ. അതായത് ആ ഒരു സംഭവം മനസ്സിലായല്ലോ. നമ്മൾ ഓൾറെഡി ലിനക്സിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഇവിടെ ഡേ, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എല്ലാ മാസം 1-ാം തീയതി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് എല്ലാ 1 മിനിറ്റിലും എന്തെങ്കിലും റൺ ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു ക്രോൺ ജോബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ക്രോൺ ജോബ് .yml പേരൊക്കെ ഞാൻ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇവിടെ എന്ത് വേണം, നമുക്ക് API വെർഷൻ കൊടുക്കണം അല്ലേ. API വെർഷൻ സെയിം, നമ്മൾ ജോബ് എന്തെങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ബാച്ച് v1 എന്ന് കൊടുത്ത് കൈൻഡ് എന്ത് കൊടുക്കണം, ക്രോൺ ജോബ്.
ഓക്കെ, ക്രോൺ ജോബ് കൊടുത്ത് മെറ്റാഡാറ്റ. മെറ്റാഡാറ്റയിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു നെയിം കൊടുക്കാം അല്ലേ? നെയിം എന്ത് കൊടുക്കാം? ഡെമോ ക്രോൺ ജോബ് എന്ന് കൊടുക്കാം. ഡെമോ ക്രോൺ ജോബ്. ഡെമോ ക്രോൺ ജോബ്. നെയിം സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട നെയിം സ്പേസ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൈ ആപ്പ്. സിമ്പിളാണ്. നമ്മൾ ജോബ് ക്രിയേറ്റ് അതുപോലെ തന്നെ. സ്പെക്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ടെംപ്ലേറ്റ് അല്ലേ? ടെംപ്ലേറ്റിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്നത് ഷെഡ്യൂളൊക്കെയാണ്. നമുക്ക് എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രോൺ ജോബ്. ഓക്കെ, ക്രോൺ ജോബിൽ വന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് ഇവിടെയും കാണാം. ക്രോൺ ജോബ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, API വെർഷൻ, കൈൻഡ്, മെറ്റാഡാറ്റ, സ്പെക്കിൽ എന്താണ്? ഷെഡ്യൂള്. കണ്ടോ, ടെംപ്ലേറ്റിൻ്റെ മുമ്പ് അത് നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് ഞാൻ ഇവിടെ നിർത്തി ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ ജോബിൽ എന്താ കൊടുത്തിരുന്നത്? കംപ്ലീഷനും പാരലീസും ഒക്കെ കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഷെഡ്യൂൾ ചെയ്യണം. സെയിം സാധനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പി ചെയ്യുന്നുണ്ട്. ഷെഡ്യൂൾ എനിക്ക് എന്ത് ചെയ്യണം? എല്ലാ 2 മിനിറ്റിലും. ഓക്കെ, അല്ല 2 മിനിറ്റ് നമ്മൾ മേ ബി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാ മിനിറ്റിലും ഈ ഒരു ടാസ്ക് നടക്കണം എന്ന് ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജോബ് ടെംപ്ലേറ്റ് ആണ് കൊടുക്കേണ്ടത്. കണ്ടോ, വെറും ടെംപ്ലേറ്റ് അല്ല, ജോബ് ടെംപ്ലേറ്റ്. ഓക്കെ, ജോബ് ടെംപ്ലേറ്റിന് താഴെ അതിൻ്റെ സ്പെക്ക് ടെംപ്ലേറ്റ് ഈ രീതിയിലാണ് പോകുന്നത്. ജോബ് ടെംപ്ലേറ്റ്. ജോബ് ടെംപ്ലേറ്റിൻ്റെ സ്പെക്ക് നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം അല്ലേ? സ്പെക്കിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്പെക്കിൽ ഒരു ടെംപ്ലേറ്റ് വരുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ആ ടെംപ്ലേറ്റിൻ്റെ സ്പെക്കാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ടെംപ്ലേറ്റ്. ഓക്കെ, ടെംപ്ലേറ്റിൻ്റെ സ്പെക്കാണ് ഈ വരുന്നത്. ടെംപ്ലേറ്റിൻ്റെ സ്പെക്ക് എന്താണ്? കണ്ടെയ്നേഴ്സ് അല്ലേ? കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. കണ്ടെയ്നറിൻ്റെ പേര് കണ്ടോ, ഇവിടെ ബിസി ബോക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നേ എന്താണോ കൊടുത്തത് അതുപോലെ തന്നെ കണ്ടെയ്നറിന് ഒരു പേര് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോൺ കണ്ടെയ്നർ എന്ന് തന്നെ കൊടുക്കാം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രോൺ കണ്ടെയ്നർ. ഇമേജ് നമുക്ക് എന്ത് കൊടുക്കാം? ബിസി ബോക്സ് കൊടുക്കാം. ഓക്കെ, ബിസി ബോക്സ്. ബിസി ബോക്സിൻ്റെ ലേറ്റസ്റ്റ് ഇമേജ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇമേജ് പുൾ പോളിസി. അതായത് ഓൾറെഡി നമ്മളുടെ ക്ലസ്റ്ററിൽ ഈ ഒരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുൾ പോളിസി ഒക്കെ കൊടുക്കാം. ഇഫ് നോട്ട് പ്രസൻറ്റ്, നമ്മളുടെ അടുത്ത് ഇമേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പുൾ ചെയ്ത്. അപ്പോൾ പുൾ പോളിസിയൊക്കെ നമുക്ക് ഇതേപോലെ പറഞ്ഞെടുക്കാം. ഒരുപാട് പോളിസി, റീസ്റ്റാർട്ട് പോളിസി കൊടുക്കാം, പുൾ പോളിസി ഒക്കെ കൊടുക്കാം. ഇവിടെ കണ്ടോ, കമാൻഡ് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തല്ല കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ 1 by 1 നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇമേജ് നമ്മൾ ബിസി ബോക്സ് കൊടുത്ത് കമാൻഡ് നമുക്ക് എന്ത് കമാൻഡ് കൊടുക്കാം? നമുക്കൊരു ഷെല്ല് വേണം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത സെയിം കാര്യം തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഹലോ വേൾഡ് എന്ന് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം? നല്ലൊരു ടാസ്ക് തരാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ടാസ്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ചെറിയൊരു ടാസ്ക് തരാം. ഞാൻ കമാൻഡ് കൊടുത്തു. ഓക്കെ, SH കമാൻഡ് ഹലോ വേൾഡ്, എക്കോ ഹലോ വേൾഡ്, എക്കോ ഹലോ വേൾഡ്. ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അതായത് എല്ലാ മിനിറ്റിലും എന്ത് ചെയ്യണം? ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? റീസ്റ്റാർട്ട് പോളിസി കൊടുക്കാം. റീസ്റ്റാർട്ട് പോളിസി. ഓക്കെ, റീസ്റ്റാർട്ട് പോളിസി കണ്ടോ, ഇവിടെ താഴെ കൊടുക്കണ്ടോ? ഓൺ ഫെയിലർ. അതായത് ഇത് ഫെയിൽ ആവുക എന്നുണ്ടെങ്കിൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ഫെയിലർ കൊടുത്ത്. ഓക്കെ, നമുക്ക് നെവർ ആണെന്നുണ്ടെങ്കിൽ നെവർ കൊടുക്കാം. ഓൺ ഫെയിലറാണ് ഞാൻ കൊടുത്തത്. ഇനി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുൾ പോളിസിയൊക്കെ കൊടുക്കാം. ഇമേജ് പുൾ പോളിസിയൊക്കെ ഇഫ് നോട്ട് പ്രസൻറ്റ്, അതായത് നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡോക്കർ ഹബിൽ നിന്ന് ഓട്ടോമാറ്റിക് അത് പുൾ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പോളിസിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു ജോബ്, നമ്മൾ ഒരു ക്രോൺ ജോബാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളത് ഷെഡ്യൂൾ ചെയ്തല്ലേ? മെറ്റാഡാറ്റ, API വെർഷൻ, ഷെഡ്യൂൾ, റീസ്റ്റാർട്ട് പോളിസി കൊടുത്ത് നമുക്കിത് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം.
അതിൻ്റെ മുന്നേ kubectl ഡിലീറ്റ്, നമ്മുടെ ജോബ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, -f കൺഫ്യൂസ്ഡ് ആവാം. kubectl apply -f cronjob.yml കണ്ടോ, cronjob.bash demo ക്രിയേറ്റഡ്. നമ്മുടെ kubectl get jobs അല്ല cronjobs my app. ഓക്കെ, ജോബ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. kubectl get pods my app. ഓക്കെ, പോഡ്സ് ക്രിയേറ്റ് ആയിട്ടില്ല. മേ ബി ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, പോഡ്സ് ക്രിയേറ്റ് ആവുന്നുണ്ടോ ഇല്ല നോക്കാം. cron jobs 38 സെക്കൻഡ്. പോഡ്സ് ക്രിയേറ്റ് ആയിട്ടില്ല, കാരണം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത കാര്യമാണല്ലോ, ഇപ്പം തന്നെ നടക്കില്ല. ഓക്കെ, cron job പോഡ്സ് ക്രിയേറ്റ് ആയിട്ടില്ല. cron jobs കണ്ടോ, ഫോൾസ്, ആക്റ്റീവ് 1 സെക്കൻഡ്, ഷെഡ്യൂള്. ഓക്കെ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് കണ്ടോ, ആക്റ്റീവ് 0 പോഡ്സ് കണ്ടോ. ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു പോഡ് ക്രിയേറ്റ് ആയി കണ്ടോ, അതായത് 14 സെക്കൻഡ് മുന്നേ എന്ത് ചെയ്തു, ഒരു പോഡ് ക്രിയേറ്റ് ആയി, അതായത് നമ്മൾ ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു പോഡ് ക്രിയേറ്റ് ആയി. ഇനി എന്ത് ചെയ്യും, അടുത്തൊരു മിനിറ്റിൽ വീണ്ടും ഒരു പോഡും കൂടി ക്രിയേറ്റ് ആവും അല്ലേ. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, എല്ലാ മിനിറ്റിലും അല്ലേ, ഫുള്ള് നമ്മൾ സ്റ്റാർ ആട്ടത്. അപ്പോൾ എല്ലാ മിനിറ്റിലും എന്ത് ചെയ്യും, ഈ ടാസ്ക് നടന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് കണ്ടോ 37 സെക്കൻഡായി, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 42 സെക്കൻഡ്, അതായത് 59 സെക്കൻഡ്, 60 സെക്കൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത പോഡ് ക്രിയേറ്റ് ആകണം, എന്നാലും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ആ കാര്യം പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നുണ്ടോ എന്ന് അറിയുള്ളൂ. ഇതെന്താണ്, കംപ്ലീറ്റഡ് ആണ് അതിൻ്റെ സ്റ്റാറ്റസ്. അതെന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പരിപാടി കഴിഞ്ഞ് പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, കണ്ടെയ്നർ ക്രിയേറ്റിംഗ്, അതായത് 61 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്തു, ഒരു മിനിറ്റ് കഴിഞ്ഞ് അടുത്ത മിനിറ്റ് ആയില്ലേ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, അതെന്ത് ചെയ്തു, കംപ്ലീറ്റഡ്. 10 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു, ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്തിട്ട് പുള്ളിക്കാരെ എക്സിറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ അടുത്ത മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, മൂന്നാമതുള്ള കണ്ടെയ്നർ ക്രിയേറ്റ് ആവും. ഓക്കെ, നമ്മളിത് ഷെഡ്യൂൾ ചെയ്യാണ്, ഓരോ മിനിറ്റിലും നമ്മുടെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. kubectl get ജോബ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, കണ്ടോ, ജോബ്സ് cron job ഇവിടെ കാണാം, കംപ്ലീഷൻ റേറ്റ് കണ്ടോ, എന്തായിട്ട് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, kubectl ഡിലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, -f cronjob.yml ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, vim cronjob.yml നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡിൽ ഞാൻ ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്യണം, അതായത് ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഡിസ്പ്ലേ ചെയ്തിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യണ്ട, പുള്ളിക്കാരൻ എക്സിറ്റ് ആയി പോകണ്ട. ഓക്കെ, ആൻഡ് സ്ലീപ്പ് 10. ഓക്കെ, ഒരു 10 സെക്കൻഡ് എന്ത് ചെയ്യുക, സ്ലീപ്പ് കൊടുക്കുന്നുണ്ട്, അതായത് അവിടെ ജസ്റ്റ് സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മാറ്റം നമുക്ക് നോക്കാം. kubectl get അല്ല, ആദ്യം അപ്ലൈ ചെയ്യണം, അപ്ലൈ -f cronjob.yml. ഓക്കെ, get jobs കണ്ടോ, ജോബ്സ് ആയിട്ടില്ല. get പോഡ്സും ആയിട്ടില്ല. cron job അവിടെ ഉണ്ട്, സസ്പെൻഡ് ഫാൾസ് ആണ്. ഓക്കെ, പോഡ്സ് ക്രിയേറ്റ് ആയിട്ടില്ല. ഓക്കെ, മുന്നേ എന്തായിരുന്നു, നമ്മൾ ഗെറ്റ് പോഡ്സ് അടിച്ചു നോക്കുമ്പോൾ കംപ്ലീഷൻ, അതായത് ജസ്റ്റ് ഹലോ വേൾഡ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ മേ ബി അത് ചുരുങ്ങിയ ടൈം എടുക്കത്തുള്ളൂ അല്ലേ, മേ ബി ഒരു 5 സെക്കൻഡോ അല്ലാണ്ട് 2 സെക്കൻഡോ ഒക്കെ എടുക്കുമ്പോഴത്തിന് അത് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബോർഡ് കംപ്ലീഷൻ എന്നാണ് കാണിച്ചിരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് ഉണ്ടോ, ഇപ്പോഴും കംപ്ലീറ്റഡ് ആണ്, അതായത് 16 സെക്കൻഡായി, അടുത്ത ആൾ വരട്ടെ, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. 25 സെക്കൻഡ്, അതായത് നമ്മളൊരു സ്ലീപ്പ് 10 കൊടുത്തിട്ടുണ്ട്, അതവിടെ കിട്ടുമോ നോക്കാം. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് 33, 34. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് മനസ്സിലാക്കുക. ജോബ് നമുക്ക് അപ്പ് ചെയ്യാം, ക്രോൺ ജോബ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, കംപ്ലീറ്റഡ് 45, 46, 48 ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ മാറുന്നത് കാണാം.
ഫസ്റ്റ് എന്തായിരിക്കും, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 57 ആയിട്ടുണ്ട്. പുതിയൊരു കണ്ടെയ്നർ വരുമ്പോൾ ആദ്യം ക്രിയേഷൻ ആയിരിക്കും. കണ്ടോ, കണ്ടെയ്നർ ക്രിയേഷൻ. ഇപ്പോൾ എന്തായി അത് കണ്ടോ, റണ്ണിങ്. ഇതുവരെ നമുക്ക് റണ്ണിങ് കാണാൻ പറ്റില്ല. ഈ റണ്ണിങ് എത്ര ഉണ്ടായിരിക്കും, ഒരു 10 സെക്കൻഡ് ഉണ്ടായിരിക്കും. അത് നമ്മൾ കമാൻഡിൽ കൊടുത്തതാ. ആ 10 സെക്കൻഡ് കഴിഞ്ഞാൽ എന്തായും, പുള്ളിക്കാരൻ കംപ്ലീറ്റഡ് ആവും. കണ്ടോ, കംപ്ലീറ്റഡ്. ഈ 10 സെക്കൻഡ് നമുക്ക് റണ്ണിങ് ഇപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടിയത്, ഞാൻ ക്രോൺ ജോബിൽ ടാസ്കിൻ്റെ കൂടെ എന്തും കൂടി കൊടുത്തിന്, സ്ലീപ്പ് 10 സെക്കൻഡ്. അതായത് ഒരു 10 സെക്കൻഡ് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു കമാൻഡ് കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് ആ റണ്ണിങ് സ്റ്റാറ്റസും കൂടി എന്ത് ചെയ്യാൻ പറ്റി, കാണാൻ കഴിയും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ്, ഒരു ഹലോ വേൾഡ് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഒരു ജോബായിട്ട് റൺ ചെയ്തു, ഒരു ക്രോൺ ജോബായിട്ട് റൺ ചെയ്തു, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് അത് ഷെഡ്യൂൾ ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു സാമ്പിൾ ഡാറ്റ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റൊരു ഡയറക്ടറിയിലോട്ട് എന്ത് ചെയ്യുക, ബാക്കപ്പ് പോലെ കോപ്പി ചെയ്ത് വെക്കുന്ന കമാൻഡുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂൾ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു നൈറ്റ് 12 മണിക്ക് എന്ത് ചെയ്യണം, ഈ ബാക്കപ്പ് എടുക്കുന്ന രീതിയിലുള്ള ഒരു ക്രോൺ ജോബ്, ഒരു മാനിഫെസ്റ്റ് ഫയൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മേ ബി നിങ്ങൾ 12 മണി വരെ ഇരിക്കണം എന്നില്ല. നിങ്ങൾ എപ്പോഴാണോ ഇത് ചെയ്തു നോക്കുന്നത്, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഗ്യാപ്പിന് ഷെഡ്യൂൾ ചെയ്തിട്ട് ജസ്റ്റ് ആ കാര്യം സക്സസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ അല്ലാണ്ട് നിങ്ങൾ എഴുതിയ ആ ക്രോൺ ജോബിൻ്റെ മാനിഫെസ്റ്റ് ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് ശരിയാണോ, അങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി പലരും ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം പ്രോപ്പറാണോ. അപ്പോൾ ടൈം മനസ്സിലാക്കുക. 12 മണി എല്ലാ ദിവസവും 12 മണിക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഡയറക്ടറിയുടെ ബാക്കപ്പ് എടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ക്രോൺ ജോബ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക.